ലൈഫിലേക്ക് സ്വാഗതം. ഇനി നമുക്കൊരു കൊച്ചു മിടുക്കിയെ പരിചയപ്പെടാം. കുഞ്ഞുണ്ണി മാഷിനെയും കുട്ടി കവിതകളെയും സ്നേഹിക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടി തീർത്ഥ വിവേക് എന്ന 8 വയസ്സുകാരി 3 ഭാഷകളിൽ കവിത രചിച്ച് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരിക്കുകയാണ് തീർത്ഥ. കാണാം തീർത്ഥയുടെ വിശേഷം. ഊണുപോലുണ്ണാതെ ഉണ്ണികൾ ഊഞ്ഞാലാടി ഉണ്ണും ഉണ്ണിയപ്പം, രുചിവീരൻ ഉണ്ണിയപ്പം, കൊതിവീരൻ ഉണ്ണികൾ കീകി, ഉണ്ണിയപ്പം തൻ വീരം ഉണ്ണിക്കുടസ. 3 ഭാഷകളിലായി 27 കവിതകൾ. 4ാം ക്ലാസ്സുകാരിയുടെ വിവിധ ഭാഷകളിലെ പദസമ്പത്ത് അതിശയിപ്പിക്കുന്നതാണ്. മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും രചിച്ച കവിതകളെ തേടിയാണ് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എത്തിയത്. ചെറുപ്രായത്തിൽ തന്നെ തീർത്ഥയ്ക്ക് കുഞ്ഞുണ്ണി കവിതകൾ ഇഷ്ടമായിരുന്നു. കുഞ്ഞുണ്ണി മാഷിനെ വർണ്ണിച്ചാണ് ആദ്യ കവിത. നാടോടിത്തമ്പ്രാൻ, നാടോടിത്തമ്പ്രാന്റെ നാടാകും നാടെല്ലാം നാടോടിത്തമ്പ്രാൻ നാട്ടുകാർക്കായി വീതിച്ചു, നാടാകെ വാഴ്ത്തി നാട്ടുകാരും പുകഴ്ത്തി, നാടോടിത്തമ്പ്രാനെ നാടിന്റെ നാഥനായി 4 ദിക്കോളം. My teachers teaches me, their teachings taught me to think, grow big. My teachers also made me to teach others to think, grow big. My teachers are my lesson to listen, learn, love and live to think, grow big. भारत हमारा देश है, देश हमारा भूमि है, भूमि हमारा माता है, मातृभूमि भारत माता है. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതലാണ് തൃപ്പൂണിത്തുറ ഗണപതി മഠത്തിൽ തീർത്ഥ വിവേക് കവിതകൾ ചൊല്ലാൻ തുടങ്ങിയത്. തുടർന്നാണ് മാതാപിതാക്കൾ ആ കവിതകൾ തീർത്ഥയുടെ കവിതകളാണെന്ന് തിരിച്ചറിഞ്ഞത്. കുഞ്ഞുണ്ണി മാഷിന്റെ 50 കവിതകൾ 22 മിനിറ്റിൽ ചൊല്ലിയാണ് അന്ന് തീർത്ഥ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കരസ്ഥമാക്കിയത്. പിന്നാലെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും എത്തി. കുഞ്ഞുണ്ണി മാഷിന്റെ 51 കവിതകൾ നിർത്താതെ 21 മിനിറ്റിൽ ചൊല്ലിയതിനാണ് എനിക്ക് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും കിട്ടിയത്. ഞാൻ കുറച്ച് കവിതകള് 3 ഭാഷയിൽ എഴുതി. അതിനാണ് എനിക്ക് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയത്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി. ഹാസ്യവും ചിന്തകളും സ്നേഹവും ഭക്തിയും കുസൃതിയും ഒക്കെ ഇഴുകിച്ചേർന്നതാണ് തീർത്ഥയുടെ കവിതകൾ. കവിതകളുടെ ഇല്ലസ്ട്രേഷനുകളും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഈ കൊച്ചുമിടുക്കി. കൊറോണ സമയത്താണ് കുഞ്ഞുണ്ണി മാഷിന്റെ കവിതകൾ ചൊല്ലി പഠിച്ചു തുടങ്ങിയത്. അപ്പോൾ കുഞ്ഞുണ്ണി മാഷിനെ കുറിച്ച് അറിയാവുന്നതൊക്കെ ഗൂഗിളിൽ നിന്ന് പുസ്തകത്തിൽ നിന്നൊക്കെ ആയിട്ട് പറഞ്ഞു കൊടുത്തു. അപ്പം ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ സ്വന്തം മുത്തശ്ശനെ പോലെ കരുതി. അതിനിടയ്ക്ക് കുഞ്ഞുമാഷിന് തോർത്തൊക്കെ ഇടുന്ന ഫോട്ടോസ് ഉണ്ടല്ലോ, ബെഞ്ഞിനൊക്കെ ഇട്ട്. അപ്പൊ എന്റെ അടുത്ത് പറയും ഒരു ദിവസം ബെഞ്ഞിനിട്ട് തോർത്തിട്ടിരിക്കും, ഈ കുഞ്ഞുണ്ണി മാഷിനെ പോലെ പഠിപ്പിച്ചു തരാൻ. അങ്ങനെ ഞങ്ങൾ കളിച്ച് പഠിച്ചു തുടങ്ങിയത്. അങ്ങനെ ഓരോ കവിതകളാണ് 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ ഓരോ കവിതകൾ. നമ്മളൊന്ന് UKG ആയിരുന്നല്ലോ. അങ്ങനെ അത് ചെയ്തു. ഒരു 51 കവിതകളായപ്പോഴത്തേക്ക് ഞാൻ മോളോട് ചോദിച്ചു, ഈ 51 ഒന്നിച്ച് ചൊല്ലാമോ? അപ്പോൾ കുഞ്ഞുണ്ണി മാഷിന് ഭയങ്കര ഇഷ്ടാവുന്നു. അപ്പൊ കുഞ്ഞുണ്ണി മാഷ് കേൾക്കുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് നക്ഷത്രലോകത്തുനിന്ന് കുഞ്ഞുണ്ണി മാഷ് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ രാത്രി ഒരു ദിവസം നക്ഷത്രം നോക്കിയാണ് മോള് ഈ 51 കവിതകൾ ഒന്നിച്ച് ചൊല്ലി. കൃഷ്ണനെക്കുറിച്ചും മഹാത്മജിയെക്കുറിച്ചും APJ അബ്ദുൽ കലാമിനെക്കുറിച്ചുമൊക്കെ തീർത്ഥ ടോക്സ് എന്ന തന്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കുന്നുമുണ്ട്. വീഡിയോകൾ ഷൂട്ട് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനും അമ്മ സൌമ്യയാണ് പ്രധാന സഹായി. 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് കവിതകളോടുള്ള ഒരു താല്പര്യം തുടങ്ങുന്നത്. ആ സമയത്ത് കുഞ്ഞുണ്ണി മാഷിന്റെ കവിതകള് ചൊല്ലിപ്പടിച്ചും ആണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്ത് തന്നെയാണ് കുഞ്ഞുണ്ണി മാഷിന്റെ 51 കവിതകൾ 22 മിനിറ്റിൽ നിർത്താതെ ചൊല്ലിയതിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും കിട്ടിയത്. ആ ഒരു താല്പര്യം പിന്നീട് കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു അനുഗ്രഹത്താൽ എന്ന് വിശ്വസിക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം. കവിതകളോട്, പ്രത്യേകിച്ച് ഷോർട്ട് പോയിന്റ്സിനോട് ഒരു താല്പര്യം മോൾക്ക് തുടങ്ങി. കവിതകൾ പുസ്തകരൂപത്തിലാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് തീർത്ഥ. പ്രൊഫസർ MK സാനു അവതാരിക എഴുതും. ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് വിവേക് വിജയന്റെയും സെന്റ് തെരേസാസ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സൌമ്യ വിവേകിന്റെയും മകളായ തീർത്ഥ തൃപ്പൂണിത്തുറ NSS ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ്. ന്യൂസ് 18 കൊച്ചി.